ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇലന്തൂരാണ്. ഇലന്തൂരിലൊരു വ്യക്തിയെ കാണാനായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം അവിടെ നിന്ന് എത്തിയത്. ആ വ്യക്തിയാണ് ഇപ്പോൾ നമ്മളുടെ മുന്നോട്ട് ഇങ്ങനെ പാഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ ഒരു യുവാവിനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തൻ്റേതായ പാത വെട്ടിത്തെളിച്ച് മുന്നേറുന്ന റിച്ചി ജേക്കബ് ലാലിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഹായ്. റിച്ചി, ഞാനിങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിങ്ങനെ അടിപൊളിയായിട്ട് ചെന്നപ്പോഴാണ് റിച്ചി ഡോറും തുറന്ന് ഇറങ്ങി വരുന്നത്. എനിവേ, എന്തായാലും റിച്ചിയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. റിച്ചിയുടെ ചിന്തകൾ, റിച്ചിയുടെ ഡ്രീം, റിച്ചി ഒരു ദിവസം കൊണ്ട് ഏൺ ചെയ്ത ഒരു വലിയ പ്ലാറ്റ്ഫോം, പ്രിപ്പറേഷൻസ്, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമർപ്പണമുണ്ട് അല്ലേ? അപ്പം എന്തായാലും റിച്ചിക്ക് പറയാൻ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കാണും. ഇതെന്തിനാണ് ഞാനിവിടെ വന്നതെന്ന് ചോദിച്ചാൽ, റിച്ചി നിങ്ങൾക്ക് വേണ്ടി തരുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് ഫോളോ ചെയ്തോളൂ. നമുക്ക് അകത്തോട്ട് പോയാലോ? ഓക്കെ. I like acting, so my end goal is എനിക്കൊരു വലിയ ആക്ടറായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയല്ല, എനിക്ക് ഇൻഫ്ലുവൻസ്. യെസ്, സോ ഇഫ് പീപ്പിൾ ആർ ലുക്കിംഗ് അപ്പ് അറ്റ് മീ ആൻഡ് if they're watching me, I want to be an example. I want to be an example of how a good human being should be. നമ്മൾ ഫ്ലോസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ്സ് ഗോൺ ബി എ ഡിസാസ്റ്റർ. അപ്പോൾ ഫ്ലോസ് ഉണ്ടെങ്കിലും ഹൗ യു ടേൺ ദാറ്റ് ഫ്ലോസ് ഇൻ ടു സംതിങ് ബ്യൂട്ടിഫുൾ. സോ ബ്യൂട്ടി ഈസ് ഇൻ എവറിത്തിങ്. അപ്പം ഫ്ലോയിനകത്ത് ബ്യൂട്ടി ഉണ്ട്. സോ ഇഫ് യു ക്യാൻ ടേൺ ദാറ്റ് ഫ്ലോ ഇൻ ടു സംതിങ് ബ്യൂട്ടിഫുൾ, people will like it. റിച്ചിയുടെ ഒരു ഭയങ്കര ആഗ്രഹമാണ് ബിഗ് സ്ക്രീനിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളത്. ഒരു വലിയൊരു ഭാഗ്യം അവനെ തേടിയെത്തിയിട്ടുണ്ട്. ഒരു കേരളം, സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ആകമാനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ അവനൊരവസരം ലഭിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. You are watching India's first NGO television, Malanadu TV India.